ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ എ സോളിറ്ററി ഹ്യൂമൻ വോയിസ് എക്സെപ്റ്റ് ഫ്രം വോയിസസ് ഫ്രം ചെർണോബിൽ ദ ഓറൽ ഹിസ്റ്ററി ഓഫ് എ ന്യൂക്ലിയർ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് 2015 നോബൽ പ്രൈസ് വിന്നറായ സ്വെറ്റ്ലേന അലക്സിവിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം നമുക്ക് അവരെക്കുറിച്ച് ഒന്ന് പറയാം. സ്വെറ്റ്ലേന അലക്സിവിച്ച്. സ്വെറ്റ്ലേന അലക്സിവിച്ച് വാസ് ബോൺ ഇൻ ഇവാനോ-ഫ്രാങ്ക്വിസ്ക്. ഉക്രൈനിലാണ് ജനിച്ചിരിക്കുന്നത് കേട്ടോ. ഉക്രൈനിലെ ഇവാനോ-ഫ്രാങ്ക്വിസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1948 ആണ് ജനിച്ചത്. ആൻഡ് ഹാസ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ ലൈഫ് in the Soviet Union and present day Belarus. സോവിയറ്റ് യൂണിയൻ നമുക്കറിയാം, റഷ്യ ഒക്കെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയനിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബെലാറസിലൊക്കെ ആയിരുന്നു അവരുടെ കുട്ടിക്കാലം അവർ ചെലവഴിച്ചിരുന്നത്. വിത്ത് പ്രൊലോങ്ഡ് പീരീഡ്സ് ഓഫ് എക്സൈൽ ഇൻ വെസ്റ്റേൺ യൂറോപ്പ്. ഒരുപാട് കാലം എക്സൈലിൽ, അതായത് നാട് കടത്തപ്പെട്ട ആളായിരുന്നു നമ്മുടെ സ്വെറ്റ്ലേന അലക്സിവിച്ച്. Starting out as a journalist, she developed her own non-fiction genre. അവരെ പ്രൊഫഷൻ അവർ തുടങ്ങിയത് ജേർണലിസ്റ്റ് ആയിട്ടാണെങ്കിലും അവർ പുതിയ ഒരു ജാനർ തന്നെ ഈ ലിറ്ററേച്ചറിൽ തുടങ്ങിയതാണ്. ജാനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിറ്ററേച്ചറിലെ വിഭാഗങ്ങളാണ്. ഡ്രാമ ഒരു ജാനറാണ്, നോവല്, ഫിക്ഷന്, ഇതൊക്കെ ഓരോ ജാനേഴ്സാണ്. അതുപോലെ പുതിയൊരു ജാനർ തന്നെ അവർ തുടങ്ങി. വിച്ച് ഗ്യാദേഴ്സ് എ കോറസ് ഓഫ് വോയിസസ് ടു ഡിസ്ക്രൈബ് എ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്. അതിൻ്റെ പ്രത്യേകത, ഈ പുതിയ ജാനറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോറസ് ഓഫ് വോയിസസ് ആണ്. ഒരുപാട് മെനി വോയിസസ് ഷീ ഹാസ് ഇൻക്ലൂഡഡ് ടു ഡിസ്ക്രൈബ് എ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്. ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിമിഷത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട്, വിവരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വോയിസസ്, കോറസ് വോയിസസ് അവർ ആ കഥയിൽ ഉൾപ്പെടുത്തി എന്നതാണ്. പിന്നെ അവരുടെ വർക്കിൻ്റെ പ്രത്യേകത, ഹെർ വർക്ക്സ് ഇൻക്ലൂഡ് വാർസ് അൺവുമൺലി ഫേസ്, 1985 വാർസ് അൺവുമൺലി ഫേസ്, യുദ്ധത്തിൻ്റെ സ്ത്രീത്വമില്ലാത്ത മുഖം എന്നുള്ളതാണ്. ലാസ്റ്റ് വിറ്റ്നസ് 1985 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗി ബോയ്സ് 1990, വോയിസസ് ഫ്രം ചെർണോബിൽ ദ ഓറൽ ഹിസ്റ്ററി ഓഫ് എ ന്യൂക്ലിയർ ഡിസാസ്റ്റർ, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. അത് 1997 എഴുതിയത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ആ വർഷം 1997 എഴുതിയത്. ആൻഡ് സെക്കൻഡ് ഹാൻഡ് ടൈം 2013 2013 സെക്കൻഡ് ഹാൻഡ് ടൈം എന്ന് പറയുന്ന ആ വർക്ക് എഴുതിയത്. ഷി ഹാസ് വൺ മെനി ഇൻ്റർനാഷണൽ അവാർഡ്സ് ഇൻക്ലൂഡിങ് ദ 2015 നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നോബൽ പ്രൈസ് 2015 ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് അവർക്ക് കിട്ടി. എന്തിനാണ് കിട്ടിയത്? ഫോർ ഹെർ പോളിഫോണിക് റൈറ്റിംഗ്സ്, മൊമെൻറ്റ് ടു സഫറിങ് ആൻഡ് കറേജ് ഇൻ അവർ ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2015 നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ അവർക്ക് കിട്ടി ഫോർ ഹെർ പോളിഫോണിക് റൈറ്റിംഗ്സ്, എ മൊമെൻറ്റ് ടു സഫറിങ് ആൻഡ് കറേജ് ഇൻ അവർ ടൈം. ഓക്കെ, അതായത് ആ ഒരു വർക്കാണ് കേട്ടോ. ആ ഒരു വർക്കിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളിഫോണിക് റൈറ്റിംഗ്സ്, എ മൊമെൻറ്റ് ടു സഫറിങ് ആൻഡ് കറേജ് ഇൻ അവർ ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, 1986 ഏപ്രിൽ 26 ഓൺ ഏപ്രിൽ 26, 1986 ദ വേഴ്സ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ആക്സിഡൻറ്റ് ഇൻ ഹിസ്റ്ററി ഒക്കേർഡ് ഇൻ ചെർണോബിൽ. അതായത് ഏറ്റവും മോശപ്പെട്ട ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ സംഭവിച്ചു ചെർണോബിൽ വെച്ചിട്ട്. ആൻഡ് കണ്ടാമിനേറ്റഡ് ആസ് മച്ച് ആസ് 3/4 ഓഫ് യൂറോപ്പ്. അതായത് യൂറോപ്പിൻ്റെ 1/3 ഭാഗം മൊത്തം
അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ചെർണോബിൽ ദുരന്തം, അതായത് ന്യൂക്ലിയർ ദുരന്തമാണ്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയറിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ. അപ്പം അണുബോംബ് ഇപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ അണുബോംബ് ഇട്ടതിൻ്റെ ഫലം ഇപ്പോഴും ആളുകൾ അത് 1945 അല്ലേ, 45 അന്ന് ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 9 2 ദിവസങ്ങളിലായിട്ട് അന്ന് സംഭവിച്ചത് എന്നല്ല, അവർ ബോംബിട്ടത് അമേരിക്ക കൊണ്ടുപോയിട്ട് ഹിരോഷിമയിൽ നാഗസാക്കി ജപ്പാനിൽ കൊണ്ടുപോയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ദുരനുഭവം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആൾക്കാർ. അതേപോലെ തന്നെ ഈ ചെർണോബിലുള്ള ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ 1/3 ഓഫ് യൂറോപ്പ്, ശരിക്കും 1/3 ഭാഗം ആളുകൾ ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ വോയിസസ് ഫ്രം ചെർണോബിൽ ഈസ് ദ ഫസ്റ്റ് ബുക്ക് ടു പ്രസൻറ്റ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ട്രാജഡി. അപ്പം നമ്മുടെ ഈ ഒരു വർക്ക്, അതായത് വോയിസസ് ഫ്രം ചെർണോബിൽ എന്ന് പറയുന്ന പുസ്തകം എന്താണ്, ഇറ്റ് ഈസ് എ ഫസ്റ്റ് ബുക്ക് ടു പ്രസൻറ്റ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ദ ട്രാജഡിയുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട് പറയുന്ന ആദ്യത്തെ പുസ്തകമാണ് ഇത്. അതുപോലെ ജേർണലിസ്റ്റ് ആയിരുന്ന സ്വെറ്റ്ലേന അലക്സിവിച്ച് ഇൻ്റർവ്യൂഡ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ബൈ ദ മെൽഡൗൺ. അതായത് ഈ ദുരന്തം അനുഭവിച്ച നൂറുകണക്കിന് ആളുകളെ സ്വെറ്റ്ലേന അലക്സിവിച്ച് നേരിൽ പോയി കണ്ട് ഇൻ്റർവ്യൂ ചെയ്തു. ഫ്രം ഇന്നസെൻറ്റ് സിറ്റിസൻസ് ടു ഫയർ ഫൈറ്റേഴ്സ് ടു ദോസ് കോൾഡ് ഇൻ ടു ക്ലീൻ അപ്പ് ദ ഡിസാസ്റ്റർ. അപ്പം ഒരുപാട് ആളുകളെ, അവിടെയുള്ള പാവപ്പെട്ട വ്യക്തികളെ പോയിട്ട് കണ്ടു, അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. അതുപോലെ തന്നെ ഫയർ ഫൈറ്റേഴ്സ്, ഈ പിന്നെ തീയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് തീ അണയ്ക്കാൻ പോകുന്ന ആളുകൾ, അവരോട് അഭിപ്രായം ചോദിച്ചു, എന്തായിരുന്നു അവരുടെ അവസ്ഥ മനസ്സിലാക്കി. അത് പിന്നെ തുടക്കാൻ വന്ന, അത് ക്ലീൻ ചെയ്യാൻ വന്ന ആളുകളുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ആ ആളുകളെ കുറേ ആളുകൾ അവരുടെ ആ ദുരനുഭവങ്ങൾ, അതായത് മരിക്കാത്ത ആളുകൾ അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ചു. ആൻഡ് their stories reveal the fear, anger and uncertainty. അപ്പോൾ അവരുടെ കഥകൾ, അവരുടെ ആ ഭയവും ദേഷ്യവും അതുപോലെ തന്നെ ഉറപ്പില്ലായ്മയും ഒക്കെയാണ് കാണിക്കുന്നത്. with which they still live. അതുമായിട്ടാണ് അവരിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാകും. കംപ്രൈസ്ഡ് ഓഫ് ഇൻ്റർവ്യൂസ് ഇൻ മോണോലോഗ് ഫോം. ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മോണോലോഗ് ഫോമാണ്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്പീക്കറാണ്, ഒരാളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, അതാണ് മോണോലോഗ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളതൊക്കെ സൈലൻറ്റ് ലിസണേഴ്സാണ്. സൈലൻറ്റ് ലിസണേഴ്സ് ആവണമെന്നില്ല, ഒരാൾ സംസാരിക്കണം, അതാണ് മോണോലോഗ് എന്ന് പറഞ്ഞാൽ. സൈലൻറ്റ് ലിസണേഴ്സ് ആവുന്നത് ശരിക്കും സ്ട്രീം ഓഫ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞ ഇതിലാണ് കേട്ടോ. അത് ഡ്രമാറ്റിക് മോണോലോഗ് അല്ല, വെറും മോണോലോഗ്. വോയിസസ് ഫ്രോം ചെർണോബിൽ ഈസ് എ ക്രൂഷ്യലി ഇമ്പോർട്ടൻറ്റ് വർക്ക്, അൺഫോർഗറ്റബിൾ ഇൻ ഇറ്റ്സ് ഇമോഷണൽ പവർ ആൻഡ് ഹോണസ്റ്റി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്, അൺഫോർഗറ്റബിൾ ആണ്. ഓക്കെ, അതിൻ്റെ ഇമോഷണൽ പവർ ആൻഡ് ഹോണസ്റ്റി അതിലൊക്കെ വളരെ പ്രശംസനീയമാണ്, ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. സോ ദ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദോസ് സ്വെറ്റ്ലേന അലക്സിവിച്ച് ലിസൺഡ് ടു കം ത്രൂ ആസ് ഹാർട്ട് റെൻഡിങ് സ്റ്റോറീസ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു ഹാർട്ട് റെൻഡിങ് സ്റ്റോറീസാണ്, അതായത് നമ്മുടെ ഹൃദയം സ്പർശിക്കുന്ന രൂപത്തിലുള്ള ഒരു കഥകളാണ് ഇവർ പറയുന്നത്. വൺ ഓഫ് ദ സ്പീക്കേഴ്സ് കൺക്ലൂഡ്സ്. അതിലിപ്പം ഓരോ വ്യക്തികളെയും, അതിന് ഇരയാകപ്പെട്ട അല്ലെങ്കിൽ അതിലെ നാശനഷ്ടങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പോയിട്ടാണല്ലോ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിലൊരാൾ പറയുന്നുണ്ട്, ഒരാളോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യു ക്യാൻ റൈറ്റ് ദ റെസ്റ്റ് ഓഫ് ദിസ് യുവർ സെൽഫ്. ബാക്കിയുള്ള നിങ്ങൾ തന്നെ എഴുതിക്കോളി എന്ന് പറയും. കാരണം അത്രക്കും അവർ പറഞ്ഞു കഴിഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് എനി മോർ. ഇനി കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രക്കും പറയാനുണ്ട്. ദ ഓതർ അലോസ് ദ വേർഡ്സ് ഓഫ് ദോസ് ഹു ലിവ്ഡ് ആൻഡ് മെനി ഹു സ്റ്റിൽ ലിവ്. ഓക്കെ, ഈ അവിടെ ജീവിച്ചിരുന്ന ആളുകൾ, അവിടെ ഇനി ജീവിക്കാൻ പോകുന്ന ആളുകൾ, അവരുടെ വാക്കുകളൊക്കെയാണ് ഇദ്ദേഹം ഈ സ്വെറ്റ്ലേന അലക്സിവിച്ച് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഇൻ ദ അഫക്റ്റഡ് ഏരിയാസ് ടു ടെൽ ദെയർ ഓൺ സ്റ്റോറി. ഇറ്റ് ഈസ് എ കാറ്റലോഗ് ഓഫ് ട്രൗമ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര അന്തരീക്ഷമാണ് അല്ലേ, ആകെ ഒരു കൺഫ്യൂഷൻ ആൻഡ് കയോസ് ആൻഡ് അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഈ ട്രൗമ എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ്സ് എ കാറ്റലോഗ് ഓഫ് ട്രൗമ
of lived which were disturbed by events so cataclysmic that the effects rippled around the whole planet. സോ ഇറ്റ് ഈസ് എ കാറ്റലോഗ് ഓഫ് ട്രൗമയുടെ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ട്രൗമയുടെ ഒരു വിവരണമാണിത്. ഓഫ് ലൈവ്സ് വിച്ച് വേർ ഡിസ്റ്റർബ്ഡ് ബൈ ഇവൻറ്റ്സ് സോ കാറ്റക്ലിസ്മിക് ദാറ്റ് ദ എഫക്ട്സ് റിപ്പിൾഡ് അറൗണ്ട് ദ ഹോൾ പ്ലാനറ്റ്. ആരുടെ ട്രൗമയാണ്? ഇത്തരം ഒരു നാശനഷ്ടത്തിന് ഇരയാകപ്പെട്ട കുറച്ച് ജീവനുകൾ, കുറച്ച് ജീവിതങ്ങൾ, അവരുടെ ഒരു ട്രൗമയെക്കുറിച്ചുള്ള ഒരു കാറ്റലോഗാണ്, ഒരു വിവരണമാണ് ഇതിൽ തന്നിരിക്കുന്നത്. അതായത് ചെർണോബിൽ ദുരന്തം അനുഭവിച്ച ആളുകളുടെ ഒരു വിവരണമാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. വോയിസസ് ഫ്രം ചെർണോബിൽ ബിഗിൻസ് വിത്ത് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ ഇഫക്ട്സ് ഓൺ ബെലോറഷ്യയിലെ ചില കാര്യങ്ങൾ, സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ചെറിയൊരു വിവരണത്തിലാണ് ഇത് തുടങ്ങുന്നത്, ഈ വോയിസസ് ഫ്രം ചെർണോബിൽ എന്ന് പറഞ്ഞ നമ്മുടെ ആ ചാപ്റ്റർ. വേർ 2 million people live on contaminated land. ആ ഒരു മലീനസമായിട്ടുള്ള ആ ഒരു ഭൂമിയിൽ എവിടെയാണ് 2 മില്യൺ ആളുകളാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബട്ട് അതർവൈസ് presents the human side of the tragedy. Okay, but it presents the human side of the tragedy. ഈ മനുഷ്യൻ്റെ മാനുഷിക വശമാണ്, ഈ ഒരു അവസ്ഥയുടെ മാനുഷിക വശമാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഓറൽ ഹിസ്റ്ററി, ഒരു ഓറൽ ഹിസ്റ്ററിയാണ്. ഓറൽ ഹിസ്റ്ററി എന്ന് പറയുമ്പം ഒരു ചരിത്രം പറയാണ്. ഓഫറിങ് ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട്സ് ഫ്രം ദോസ് ഇൻവോൾവ്ഡ് വിത്ത് ഓർ അഫക്റ്റഡ് ബൈ ദ ഡിസാസ്റ്റർ. ഇതിൽ പറയുന്നത് ഈ ദുരന്തം അനുഭവിച്ച ആളുകളിൽ നിന്ന് നേരിട്ട് ഉള്ള വാക്കുകൾ, അവരുടേതായ വാക്കുകൾ, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഏതെങ്കിലും വിധേന അനുഭവിച്ച ആളുകളുടെ വാക്കുകളാണ് ഇതിൽ പറയുന്നത്. The longest piece is nearly 20 pages. ശരിക്ക് ഏകദേശം 20 പേജോളം ഉണ്ട് ഈ വർക്ക് എന്ന് പറഞ്ഞു. ബട്ട് മോസ്റ്റ് ആർ മച്ച് ഷോർട്ടർ ആൻഡ് ദർ ആർ സം കോറസസ്. പക്ഷേ ചിലതൊക്കെ പേജുകളൊക്കെ എന്താണ്, ഷോർട്ടർ പേജസ് ആണ്, ചിലത് കോറസസ് ആണ്. കോറസസ് എന്ന് പറയുമ്പോൾ അവിടെ സാന്നിധ്യമില്ലാത്ത ആളുകളുടെ ശബ്ദമായിട്ട് പറയണം. വിത്ത് ജസ്റ്റ് എ പാരഗ്രാഫ് ഓഫ് 2 ഫ്രം ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും കോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാരഗ്രാഫ് ഓർ 2, 1-2 പാരഗ്രാഫുകളൊക്കെ, ഓരോ വ്യക്തികളും 1-2 പാരഗ്രാഫൊക്കെയാണ് പറയുന്നത്. ദിസ് അലൗസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് വോയിസസ് ടു ബി ഹേർഡ്. ഓക്കെ, അപ്പം ഇതിനെന്താണെന്ന് വെച്ചാൽ ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് വോയിസസ് കേൾക്കണം, കേൾക്കാൻ വേണം. ദ വൈഫ് ഓഫ് എ ഫസ്റ്റ് റെസ്പോൺസ് ഫയർമാൻ, ചിലപ്പം അതിൽ കൊല്ലപ്പെട്ട ഒരു ഫയർമാൻ്റെ ഭാര്യയാവാം. ഹു ടുക്ക് സെവറൽ വീക്സ് ടു ഡൈ ഫ്രം റേഡിയേഷൻ പോയ്സണിങ്. അതായത് ഇതിലിപ്പം ഈ ചെർണോബിൽ ദുരന്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകൾ ക്ലീൻ ചെയ്യാനൊക്കെ അങ്ങോട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ റേഡിയേഷൻ ഇങ്ങനെ കിടക്കുക അവിടെ, ആ സാധനം മേലേക്കാണ്ട് കയറി. പിന്നെ ഇതിൻ്റെ റേഡിയേഷൻ കയറി കഴിഞ്ഞാൽ ക്യാൻസർ ഉറപ്പാണ്. അങ്ങനെ ക്യാൻസറായിട്ട് മരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ദുരാനുഭവം ആളുകൾക്ക് പേറേണ്ടി വരുന്നത്. ഇപ്പോഴും അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ക്യാൻസർ പേഷ്യൻസ് കൂടുതലാണ്. സെൽഫ് സെറ്റിലേഴ്സ് ഹൂ സ്റ്റേയ്ഡ് ബിഹൈൻഡ് ഓർ റിട്ടേൺ ടു ദ കണ്ടാമിനേറ്റഡ് സോൺ. അതുപോലെ തന്നെ അവിടെ ആരുണ്ടായിരുന്നു? സെൽഫ് സെറ്റിലേഴ്സ് ഹൂ സ്റ്റേയ്ഡ് ബിഹൈൻഡ്, അവിടെ സ്വയം വന്നുകൂടിയ ആളുകൾ. ആൻഡ് ഓർ റിട്ടേൺ ടു ദ കണ്ടാമിനേറ്റഡ് സോൺ, ചിലപ്പം വീണ്ടും അവിടെ പ്രശ്നമൊക്കെ പോയി അവസാനിച്ചു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവിടേക്ക് തന്നെ വന്ന ആളുകൾ. ഇവരൊക്കെ ഇവർക്കൊക്കെ ഈ അണുബാധ ഏറ്റിട്ടുണ്ട്. റഷ്യൻ റെഫ്യൂജീസ് ഫ്രം താജിക്കിസ്ഥാനിലുള്ള
റഷ്യൻ അഭയാർത്ഥികൾ who preferred the risk of radiation to those of young men with guns. അതായത് ഇവരെന്താ പറഞ്ഞാൽ അറിയാം, ഈ താജിക്കിസ്ഥാനിലെ വന്ന ആ അഭയാർത്ഥികൾ വിചാരിച്ചു ഞങ്ങൾക്ക് റേഡിയേഷൻ ആയാലും കുഴപ്പമില്ല, കാരണം അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ബോർഡറിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ തോക്കുമായിട്ട് നിൽക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് റേഡിയേഷനായിട്ട് മരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ വരികയാണ് താജിക്കിസ്ഥാനിലുള്ള ആൾ. Conscript soldiers sent in to forcibly evacuate people or to work as liquidators plowing under crops. പിന്നെ കുറേ ആൾക്കാരുണ്ട്, പാവം സോൾജിയേഴ്സ്, പട്ടാളക്കാർ. അവർ അവിടെയുള്ള ആളുകളെ ബലപ്രയോഗം നടത്തി അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വന്നതാണ്. പക്ഷേ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വന്ന സമയത്ത് അവർക്കും അണുബാധയേറ്റു, റേഡിയേഷൻ ഏറ്റു. ആസ് ലിക്വിഡേറ്റേഴ്സ് പ്ലോയിങ് അണ്ടർ ക്രോപ്സ്, ട്രീസ്, ടോപ്പ് സോയിൽ ആൻഡ് ഹൗസസ്. ഹണ്ടേഴ്സ് എംപ്ലോയ്ഡ് ടു കിൽ അബാൻഡൻഡ് കാറ്റ്സ്, and dogs, helicopter pilots and unprotected men on foot. ഈ ആളുകളൊക്കെ അതിൽപ്പെട്ട. ചില ഹണ്ടേഴ്സിനെ എന്ത് ചെയ്തു, അവിടെയുള്ള ഒഴിവാക്കപ്പെട്ട ഈ കാറ്റ്സിനെ കൊല്ലാനും അതുപോലെ ഡോഗ്സിനെ കൊല്ലാനും ഒക്കെ ഏൽപ്പിച്ചിരുന്നു. അവർക്കും ഇത് അണുബാധ ഏറ്റു. ഹെലികോപ്റ്റർ പൈലറ്റ്സ് ഉണ്ടായിരുന്നു, അവർക്കും അണുബാധ ഏറ്റു. അപ്പോൾ അവർക്കും മുകളിലാണ്, എന്നാലും അവിടേക്ക് and unprotected men on foot who cleared the roof of the reactor. ചില ജോലിക്കാർ വന്നു അതിൻ്റെ മുകളിൽ ഈ റിയാക്ടറിൻ്റെ ഇത് ശരിയാക്കാൻ വേണ്ടി വന്ന ആൾക്കാർ, അവർക്കൊക്കെ ഏറ്റു. അവിടെ ആരൊക്കെ പോയത് കൊറോണ വൈറസിൻ്റെ മാതിരിയാണ്. അതായത് ആരൊക്കെ അവിടെയൊക്കെ പോയോ അവർക്കൊക്കെ ഈ അണുബാധ ഏൽക്കുകയാണ്. ആഫ്റ്റർ റോബോട്ട്സ് ഫെയിൽഡ് ടു വർക്ക് ഇൻ ദ ഇൻറ്റൻസ് റേഡിയേഷൻ. ഈ റേഡിയേഷൻ ആദ്യം അവർ റോബോട്ടുകളെ അയച്ചിട്ട് നന്നാക്കാൻ നോക്കിയിരുന്നു. പക്ഷെ അതിന് റോബോട്ടുകൾക്കൊന്നും കഴിയില്ല. റോബോട്ടുകളാകുമ്പോൾ പിന്നെ റേഡിയേഷൻ ഏൽക്കില്ല എന്ന് വിചാരിക്കുക. പക്ഷെ മനുഷ്യന്മാരെ തന്നെ ഇറക്കി അവർക്ക് റേഡിയേഷൻ ഏറ്റു. ചിൽഡ്രൻ വിത്ത് ബർത്ത് ഡിഫക്ട്സ്. ചെറിയ കുട്ടികൾ ജനിച്ച് വീഴുന്നത് തന്നെ എന്താണ്, പ്രശ്നങ്ങളോട് കൂടിയാണ്. എന്തുകൊണ്ടാണ്? ഈ റേഡിയേഷൻ കൊണ്ട്. ബർത്ത് ഡിഫക്ട്സ്. ദോസ് ഹു യൂസ്ഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതുപോലെ തന്നെ ചില ആളുകൾ അവർ ഈ നാശനഷ്ടം വന്ന ഭക്ഷണം കഴിക്കുക, എൻ്റെ എക്യുപ്മെൻറ്റ് ഓർ റീച്ച് ഓൺ ടു ദ ബ്ലാക്ക് മാർക്കറ്റ്. ചിലപ്പോൾ അവർ ആ ഭക്ഷണം എടുത്തിട്ട് ബ്ലാക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. സയൻറ്റിസ്റ്റ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് ഹു ട്രൈഡ് ടു അലേർട്ട് പീപ്പിൾ. അതുപോലെ തന്നെ ചില ശാസ്ത്രജ്ഞന്മാരും ആരോഗ്യ പ്രവർത്തകരും അവരെ എന്താണ് ഹു ട്രൈഡ് ടു അലേർട്ട് പീപ്പിൾ ടു ദ റിസ്ക് ഓഫ് റേഡിയേഷൻ. അവർക്ക് അവിടെ വന്നിട്ട് ഈ റേഡിയേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ വന്ന ആൾക്കാർ, അവർക്കും റേഡിയേഷൻ കിട്ടും. ഒഫീഷ്യൽസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ഹു സ്പോക്ക് ഔട്ട് ആൻഡ് ദോസ് ഹു ടോഡ് ദ ലൈൻ. എല്ലാവർക്കും, ഒഫീഷ്യൽസിന്, ഗവൺമെൻറ് എംപ്ലോയീസിന്, എല്ലാവർക്കും എന്തായി റേഡിയേഷൻ. പിന്നീട് അധികം കാലം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അധിക കാലമൊന്നും ഇല്ല അയാൾക്ക്. എന്താണ്, ക്യാൻസറായി മരിക്കും. Voices from Chernobyl is a powerful work which narrates the personal details of the stories. ഈ ഒരു വോയിസസ് ഫ്രം ചെർണോബിൽ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. which narrates the personal details of the stories and often touches themes. അതുപോലെ തന്നെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറയുന്നത്. അതുപോലെ പിന്നെ ഒരു വൈഡ് തീമാണ്, വളരെ വിശാലമായ ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. സം ഓഫ് ദ റെക്കോർഡ്സ് ആർ ഓഫ് ദ ഹിസ്റ്റോറിയൻസ് ആൻഡ് ഫിലോസഫേഴ്സ് ദംസെൽവ്സ്. ഓക്കെ, പിന്നെ ബട്ട് ദ മോർ കോൺക്രീറ്റ് അക്കൗണ്ട്സ് ആർ ഓഫൺ ദ മോസ്റ്റ് റിവീലിംഗ്. ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില ചരിത്രകാരൻ്റെ അല്ലെങ്കിൽ ചിന്തകൻ്റെ ആ ഒരു രൂപത്തിലാണ് ഇത് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ബട്ട് ദ മോർ കോൺക്രീറ്റ് അക്കൗണ്ട്സ് ആർ ഓഫൺ ദ മോസ്റ്റ് റിവീലിംഗ്. ചില കോൺക്രീറ്റ് കാര്യങ്ങൾ വളരെ റിവീലിംഗ് ആണ്. റിവീലിംഗ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്.
It is not only a unique exploration of the human effects of the widespread radioactive contamination. It is not only a unique exploration of the human effects. ഈ മനുഷ്യനെ ബാധിച്ചതിനെക്കുറിച്ചുള്ള ഒരു യുനീക്ക് എക്സ്പ്ലോറേഷൻ മാത്രമല്ല അത്, അല്ലെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷനെ കുറിച്ച്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മനുഷ്യന് ബാധിച്ചത് എന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇത് പറയുന്നത്, ബട്ട് ഓൾസോ ഓഫേഴ്സ് എ വ്യൂ ഓഫ് ദ ഫൈനൽ ഇയേഴ്സ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ഓഫ് ലൈഫ് ഇൻ ബെലോറഷ്യയിലെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ആ ലാസ്റ്റ് ദിനങ്ങളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. So it is very much relevant and should certainly be read in the recent revival of the enthusiasm for nuclear power. ഓക്കെ, ഏതായാലും വേണ്ടില്ല, പിന്നെ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വർക്കാണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ. Voices from Chernobyl, which won the National Book Critics Circle Award, is a compilation of interviews with the survivors of the nuclear reactor accident. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. റിയാക്ടർ ആക്സിഡൻറ്റിൽ അതിൽ നിന്ന് തരണം ചെയ്ത ചില ആളെക്കുറിച്ചുള്ള അവരെ ഇൻ്റർവ്യൂ ആണ് ഈ നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്, വോയിസസ് ഫ്രം ചെർണോബിൽ എന്ന് പറയുന്ന വർക്കിൽ. The book begins and ends with the testimony of the two widows. ഇത് തുടങ്ങുന്നതും അതുപോലെ അവസാനിക്കുന്നതും രണ്ട് വിഡോസ് ഉണ്ട്. അതൊക്കെ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട രണ്ട് വിഡോസ്, അവരെ സംസാരത്തിലൂടെയാണ് ഇത് തുടങ്ങുന്നത് അവസാനിക്കുന്നത്. One, the young wife of a Pripyat firefighter. ഒന്നാമത്തത് the young wife of a Pripyat firefighter who went at night to fight the blaze in his shirt sleeves. ഓക്കെ, അയാൾ അർദ്ധരാത്രി രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ്സിൽ ഈ തീ പടർന്നതിനെ കുറിച്ച് അതിനെ പറയുന്നുണ്ട്. അത് കെടുത്താൻ പോയതാണ്. To fight the blaze in the shirt sleeves. The other, the wife of a liquidator, one of the 600,000 drafted it in to bury the topsoil and shoot every animal in the zone. എന്താണ്, ആനിമൽസിനൊക്കെ കൊല്ലാനും ഒക്കെ നിയോഗിക്കപ്പെട്ട ഒരാളെ ഭാര്യയാണ് അടുത്തത്. ഓക്കെ, ഒരാൾ ഫയർ ഫൈറ്ററാണ്, രണ്ടാമത്തത് ഒരു ഹണ്ടറാണ് കേട്ടോ. ഹീ ഈസ് ദ ലാസ്റ്റ് ഇൻ ഹിസ് പ്ലാറ്റൂൺ ടു ഡൈ. ഏറ്റവും അവസാനം മരിച്ചത് അയാളാണ്. ഓക്കെ, ദ സെലക്ഷൻ മെയ്ഡ് ഹിയർ ഈസ് ആൻ എഡിറ്റഡ് വേർഷൻ ഓഫ് ദ എക്സെപ്റ്റ് ഫ്രം വോയിസസ് ഫ്രം ചെർണോബിൽ ബൈ സ്വെറ്റ്ലീന അലിച്ച. അപ്പോൾ അത് എഡിറ്റഡ് വേർഷനാണ്, മുഴുവനായിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഒറിജിനൽ വർക്ക് ഏകദേശം 20 പേജസ് ഉണ്ട്. ട്രാൻസ്ലേറ്റഡ് ബൈ കെയ്ത്ത് ഗെസൻ ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ സ്റ്റോറി ഓഫ് എ യങ് പ്രഗ്നൻറ്റ് വൈഫ് ഓഫ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫയർ ഫൈറ്റേഴ്സ്. ഒരു യുവതിയായിട്ടുള്ള ഒരു പ്രഗ്നൻറ്റ് വൈഫിൻ്റെ കഥയുമായിട്ടാണ് തുടങ്ങുന്നത്. ഫയർ ഫൈറ്ററാണ്, ഭർത്താവ് ഉണ്ടായിരുന്നത്, അയാൾ മരിച്ചുപോയി. ഹു റെസ്പോണ്ടഡ് ടു ദ ഫയർ അറ്റ് ദ റിയാക്ടർ 4 of the Chernobyl nuclear power plant and of his slow untimely death. പെട്ടെന്ന് മരിച്ചിട്ടില്ല, പതുക്കെയാണ്, പക്ഷേ അൺടൈംലി ഡെത്താണ്. അയാൾ മരിക്കേണ്ട പ്രായത്തിലൊന്നല്ല മരിച്ചത്, യുവാവായിരിക്കുന്ന സമയത്താണ്. The voice recorded here is that of Lyudmila Ignatenko. Lyudmila ഇഗ്നാറ്റെങ്കോ എന്ന് പറഞ്ഞാൽ വൈഫ് ഓഫ് ദ ഡിസീസ്ഡ് ഫയർമാൻ വാസിലി ഇഗ്നാറ്റെങ്കോ. ഈ ലുഡ്മില എന്ന് പറഞ്ഞാൽ വാസിലി ഇഗ്നാറ്റെങ്കോയുടെ ഭാര്യയാണ്. അയാളൊരു ഫയർമാനാണ്, അയാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓക്കെ, അവരുടെ ശബ്ദത്തിലാണ്, ആ വൈഫിൻ്റെ ശബ്ദത്തിലാണ് ഇത് ഈ വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എ സോളിറ്ററി ഹ്യൂമൻ വോയിസ് എന്ന് പറയുന്ന ടെക്സ്റ്റിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഈ ക്ലാസ് എല്ലാവരും കേൾക്കുക, അതിൻ്റെ നോട്ട്സ് എഴുതുക, എന്നിട്ട്
പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം പാസ്സാവാൻ കഴിയുള്ളൂ. നിങ്ങൾ വെറുതെ കേട്ട് അങ്ങനെ അത് ഒഴിവാക്കേണ്ട സംഭവമല്ല ഇത്. ഓക്കെ. ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. വളരെ ഇൻറ്റൻസീവായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഇമോഷണലും കൂടിയാണ്, ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പം എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.